നമസ്കാരം. കോളേജ് ക്യാമ്പസിൽ വെച്ച് ഒരു പെൺകുട്ടിയെ മർദ്ദിച്ച SFI നേതാവിന് മുൻകൂർ ജാമ്യത്തിന് പോയെങ്കിലും അത് ലഭിച്ചില്ല. അത് എവിടെ നിന്നാണ്? സുപ്രീം കോടതി. അപ്പോൾ ഒരു അറസ്റ്റിനെ ഭയന്നുകൊണ്ട് SFI നേതാവ് സുപ്രീം കോടതി വരെ മുൻകൂർ ജാമ്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോവുകയാണെങ്കിൽ അത് അത്ര നിസ്സാരമായ ഒരു കേസായിരിക്കില്ല. കാരണം ആ പെൺകുട്ടിയെ വളരെ ക്രൂരമായിട്ടാണ് കോളേജ് ക്യാമ്പസിൽ വെച്ച് മർദ്ദിച്ചത്. എറണാകുളത്തെ മൗണ്ട് സിയോൺ ലാ കോളേജിന്റെ ക്യാമ്പസിൽ വെച്ചാണ് SFI നേതാവായ ഒരു ജെയ്സൺ ജോസഫ് എന്ന് പറയുന്ന SFI നേതാവ് ഈ പെൺകുട്ടിയെ മർദ്ദിച്ചത്. അത് അന്ന് പോലീസിൽ ഈ പെൺകുട്ടി പരാതി കൊടുത്തു. പക്ഷേ പോലീസ് അന്ന് ഈ കേസ് എടുക്കാൻ തയ്യാറാകാതെ 2-3 ദിവസം പരാതി പതുക്കെ പൂഴ്ത്തിവെച്ചു. എന്നാൽ പിന്നീട് ഈ പെൺകുട്ടിയും പെൺകുട്ടിയുടെ കൂടെയുള്ള ആൾക്കാരും കൂടെ ചേർന്നുകൊണ്ട് സജീവമായിട്ട് ഇതിനെതിരെ രംഗത്ത് വരികയും പ്രതിഷേധിക്കുകയും ചെയ്തപ്പോൾ പോലീസ് ഇവരെ ഈ SFI നേതാവിനെതിരെ ജെയ്സൺ ജോസഫിനെതിരെ കേസെടുത്തു. പക്ഷേ അറസ്റ്റ് ചെയ്തില്ല. അറസ്റ്റ് ചെയ്യാതെ നീട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്തത്. കാരണം SFI നേതാവിനെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ തൊപ്പി ചിലപ്പോൾ തെറിച്ചു പോകുമെന്ന് പോലീസിന് ഭയമുണ്ടായിരുന്നു. അതുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല. അങ്ങനെ വന്നപ്പോൾ പെൺകുട്ടി കോടതിയിൽ പോയി. കോടതിയിൽ ഹൈക്കോടതി വരെ ഇയാൾ മുൻകൂർ ജാമ്യം വേണമെന്ന് പറഞ്ഞ് ജെയ്സൺ ജോസഫ് നമ്മുടെ കേരള ഹൈക്കോടതിയിൽ പോയി. പക്ഷേ ഹൈക്കോടതി ആ അപേക്ഷ എടുത്ത് കളഞ്ഞു. അത് മുൻകൂർ ജാമ്യം അനുവദിച്ചില്ല. അറസ്റ്റ് ചെയ്യണം എന്ന് തന്നെയാണ് പോലീസിന് നിർദ്ദേശം കൊടുത്തത്. പക്ഷേ അപ്പോഴും പോലീസ് ഈ ചെറുപ്പക്കാരനെ കാണാനല്ല, ഒളിവിലാണെന്ന് പറഞ്ഞ് SFI നേതാവായതുകൊണ്ട് അറസ്റ്റ് ചെയ്യാതെ നീട്ടിക്കൊണ്ടുപോയി. ഇതിനിടയ്ക്ക് SFI നേതാവ് സുപ്രീം കോടതിയിൽ പോയി. എനിക്ക് മുൻകൂർ ജാമ്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ പോകുന്നു. സുപ്രീം കോടതിയിലും അവിടെ നിന്നും അത് ഹൈക്കോടതി പറഞ്ഞതാണ് ശരി. കാരണം ഹൈക്കോടതിയുടെ വിധിയെ അത് അംഗീകരിച്ചുകൊണ്ടും അത് സ്ഥിരപ്പെടുത്തിക്കൊണ്ടുമാണ് സുപ്രീം കോടതി അവിടെ നിന്ന് വിധി പ്രഖ്യാപിച്ചത്. അങ്ങനെ സുപ്രീം കോടതിയിൽ ഈ ചെറുപ്പക്കാരന്, അതായത് ഈ SFI നേതാവിന് ജെയ്സൺ ജോസഫിന് മുൻകൂർ ജാമ്യം ലഭിച്ചില്ല. എന്നാൽ സുപ്രീം കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം ലഭിക്കാതായിട്ട് ഏകദേശം 24 മണിക്കൂർ കഴിഞ്ഞിട്ട് പോലും ഇതുവരെയും ഈ ജെയ്സൺ ജോസഫ് എന്ന് പറഞ്ഞ SFI നേതാവ്, DYFI നേതാവ്, അവിടുത്തെ പരുമല ഏരിയ കമ്മിറ്റി അംഗം, അങ്ങനെ പെരുന്നാട് ഏരിയ കമ്മിറ്റി അംഗം, അങ്ങനെയുള്ള ഈ വലിയ നേതാവിനെ അറസ്റ്റ് ചെയ്യാതെ ഇപ്പോഴും പോലീസ് ഒളിച്ചു കളിക്കുകയാണ്. സുപ്രീം കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം ലഭിക്കാതിരുന്നിട്ട് പോലും ഇനി ഈ ചെറുപ്പക്കാരൻ വന്ന് പോലീസിന് കീഴടങ്ങണം, വാടാ മോനെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ നിൽക്കടാ എന്ന് പോലീസ് പറയുന്ന തരത്തിൽ പോലീസിന് മുമ്പ് കീഴടങ്ങേണ്ട അവസ്ഥയാണ്. അല്ലാതെ പോലീസ് അറസ്റ്റ് ചെയ്യില്ല. കാരണം തൊപ്പി പോകും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്, തൊപ്പി പോകുന്നുള്ള പേടി കൊണ്ട് തന്നെയാണ് ഇതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ പെൺകുട്ടി എന്തുകൊണ്ടാണ് പോലീസ് ഇത്രയും കാലമായിട്ടും അറസ്റ്റ് ചെയ്യാത്തത്? സുപ്രീം കോടതി വിധി വന്നിട്ടും അറസ്റ്റ് ചെയ്യാത്ത എന്തുകൊണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും പെൺകുട്ടി ജുഡീഷ്യൽ കോടതിയിൽ പരാതി കൊടുത്തിരിക്കുകയാണ്. പോലീസ് മനഃപൂർവ്വം ഇത് അറസ്റ്റ് ചെയ്യാതെ കളിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പെൺകുട്ടിയെ പരാതി കൊടുത്തിരിക്കുന്നത്. ഇവിടെ മറ്റൊരു കാര്യം കൂടി, മറ്റൊരു വാർത്തയും കൂടി ഇതിനോടൊപ്പം ഞാൻ ചേർത്ത് പറയുന്നത് ഇന്നലെ നടന്ന ഒരു സംഭവമാണ്. ഒരു DYFI നേതാവ്, SFIക്കാരൻ തന്നെയാണ്, ഒരു SFIക്കാരിയായ കൂടെ പ്രവർത്തിച്ച SFIക്കാരിയായ പെൺകുട്ടിയുമായിട്ട് പ്രേമത്തിലാവുകയും അവളെ വിവാഹം കഴിക്കാമെന്ന് പറയുകയും അങ്ങനെ പറഞ്ഞുകൊണ്ട് അവളിൽ നിന്നും പല ഘട്ടങ്ങളിലായി 9 ലക്ഷം രൂപ അടിച്ചു മാറ്റുകയും ചെയ്തു. ഇപ്പോൾ അവസാനം അവൻ കാലുമാറുകയും മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ശ്രമം നടത്തുകയും ചെയ്തപ്പോൾ പെൺകുട്ടി തന്നെ പീഡിപ്പിച്ചു എന്ന പേരിൽ പറഞ്ഞുകൊണ്ട് പോലീസിൽ പരാതി കൊടുത്തിരിക്കുകയാണ്. അവനെ ആ SFI നേതാവിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യുമോ ഇല്ലേ എന്നറിയില്ല. എന്തായാലും കേസ് എടുത്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ആ SFI നേതാവിൻ്റെ പേര് പടിഞ്ഞാറേക്കല്ലറ കോയിക്കൽ ഭാഗം സ്വദേശിയായ വിശാഖാണ്. DYFIയുടെ സജീവ നേതാവാണ്. അവിടുത്തെ പാർട്ടിയുടെ വലിയ പ്രവർത്തകനാണ് അദ്ദേഹം. ഈ പെൺകുട്ടിയെ മാതൃക എന്ന് പറയുന്ന SFIയുടെ ഒരു പരിപാടിയിൽ വെച്ചാണ് പരിചയപ്പെട്ടതെന്നാണ് പറയുന്നത്. നോക്കണം, മാതൃകം എന്നാണ് ആ പരിപാടിയുടെ പേര് SFIയുടെ. കാരണം എല്ലാ കാര്യത്തിലും മാതൃകയാകണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ പരിപാടിയിൽ വെച്ചാണ് ഈ SFI പെൺകുട്ടിയെ ഈ ചെറുപ്പക്കാരൻ കണ്ടതും പരിചയപ്പെട്ടതും പ്രേമിച്ചു തുടങ്ങിയതെന്നാണ് കേൾക്കുന്നത്. എങ്ങനെയുണ്ട് SFIയുടെ മാതൃകം പരിപാടി?